99% ഏറെ വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ വിജയകരമായി പൂർത്തീകരിച്ചത്. എന്നാൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് +1 പ്രവേശനത്തിന് തക്കതായ സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളിലും അല്ലാതെയും രാഷ്ട്രീയപരമായും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിന് രാഷ്ട്രീയപരമായി മറ്റൊരു ദിശ കൂടിയുണ്ട്. അതായത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലും പിന്നീട് അങ്ങോട്ടും ഇടതുപക്ഷത്തോട് വല്ലാത്ത ഒരു അടുപ്പം കാട്ടിയിരുന്ന സമസ്ത ദേശാഭിമാനി അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൽ പോലും അവർ തുറന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യക്ഷമായും അല്ലാതെയും സമസ്തയിലെ ഒരു വിഭാഗം കാര്യമായ രീതിയിൽ ഇടതുപക്ഷത്തോട് വലിയ അടുപ്പം പ്രകടിപ്പിച്ചിരുന്നതുമാണ്, ചിലരത് തുറന്നു പറഞ്ഞതുമാണ്. എന്നാൽ 2024 SSLC പരീക്ഷ വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് മലപ്പുറത്തുള്ളവർക്ക് +1 പ്രവേശനത്തിന് വേണ്ട രീതിയിലുള്ള സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ള തർക്കം സമസ്തയ്ക്കുള്ളിലും കാര്യമായ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. സമസ്തയ്ക്കുള്ളിലെ AP കാന്തപുരം വിഭാഗം ഇപ്പോൾ ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം നൽകാത്തത് എന്ന ചോദ്യത്തിന് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടാണ് സർക്കാർ മുൻപോട്ട് എടുത്തു കാണിക്കുന്നത്. എന്നാൽ ഉടൻ തന്നെ അത് പരിഹരിക്കുമെന്നും ഇടതുപക്ഷ സർക്കാർ പറയുന്നുണ്ട്. രാഷ്ട്രീയപരമായ ഒരു വിഷയം വന്നപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന സമസ്ത ഇപ്പോൾ മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ ഒന്നടക്കമുള്ള പ്രശ്നത്തിൽ ഇടതുപക്ഷത്തിന് എതിരായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് വേണം ഇതിൽ കാണാൻ. ഒപ്പം മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ കടുത്ത രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട്. SSLCയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് +1 പ്രവേശനത്തിന് സീറ്റ് വേണ്ട രീതിയിൽ നൽകുന്നില്ല എന്ന ചോദ്യത്തിന് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് പറയുന്ന സർക്കാരിനോട് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്. വന്ന സാഹചര്യത്തിൽ അവരുടെ ഉത്തരവാദിത്തം 4-5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൂടിയ സീറ്റിൻ്റെ റിക്വയർമെൻറ്റിന് സീറ്റ് അനുവദിക്കരുത്. അവരനുവദിക്കാത്തത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണെന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മുടങ്ങാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. ആശുപത്രിയിൽ മരുന്ന് വാങ്ങുക, പഠിക്കുന്ന കുട്ടികൾക്ക് അതിനു വേണ്ട സൗകര്യം ചെയ്തു, ഇതൊക്കെ മുടങ്ങാൻ പാടുണ്ടോ? അത് മറ്റെന്തെങ്കിലും മാറ്റി വെച്ചിട്ടാണെങ്കിലും ശരി നിർവഹിച്ച് കൊടുക്കേണ്ട കാര്യമല്ലേ. ഞങ്ങളൊക്കെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അങ്ങനെയാണ്. മലബാറിലെ ജില്ലകളിലാണ് കൂടുതൽ സീറ്റുകളുടെ കുറവ്. അതേസമയം ഇടുക്കിയിലുണ്ട്, ചില ജില്ലകളുണ്ട്. നമ്മൾ പ്രാദേശികമായിട്ടല്ല, കുറവുള്ള ജില്ലകളിൽ സീറ്റ് അനുവദിക്കണം. ഇത് തർക്കിക്കേണ്ട വിഷയമല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സീറ്റ് കുറവുണ്ട്, പിന്നെ ആ കുറവുള്ള സീറ്റൊക്കെ എടുത്തു വെച്ചിട്ട് കുറേ അൺഎയ്ഡഡും അതുപോലെ തന്നെ കുറേ ഡിപ്ലോമയും അവിടെയും ഇവിടെയും കുട്ടികൾ പഠിക്കാൻ പാരലൽ കോളേജും ഇതൊക്കെ കൂടി എടുത്തു വെച്ച് കണക്ക് നിരത്തിയിട്ട് എന്താ കാര്യം? കണക്ക് കൊണ്ട് ആളെ പറ്റിക്കാൻ പറ്റാത്ത വിധം എല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം ഗവൺമെൻറ് അഡീഷണലായിട്ട് ബാച്ചുകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊന്നും കൊടുക്കാത്തതാണ് പ്രശ്നം എന്നുള്ളത്. ഇത് അധിക സീറ്റ് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം തണുക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും കുത്തി നിറച്ചിരിക്കുന്ന കുട്ടികളെത്ര, ഇങ്ങനെ കുട്ടികളെ കുത്തി നടക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് അധിക സീറ്റ് കൊടുത്തു എന്ന് വിചാരിച്ച് ഇത് തണുക്കാനും പോകുന്നില്ല, സമരം ഒഴിവാനും പോകുന്നില്ല. സമരം ഉണ്ടാവും. സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ മരുന്നിനും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുമൊക്കെ വേണ്ട അവസരവും ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ആ കടമ ചെയ്യാത്തതിന്റെ കാരണമായി പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇതിനു മുമ്പ് പല നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ കേരളം ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും സാമ്പത്തിക പ്രശ്നം പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും വിദ്യാഭ്യാസ അവകാശവും ഒന്നും ആരും ലംഘിച്ചിട്ടില്ല. ഇങ്ങനെ ശക്തമായ ഭാഷയിൽ PK കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ, സമസ്ത ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ ഇടപെടുമ്പോൾ, രാഷ്ട്രീയ വിഷയത്തിൽ ഭിന്നിച്ചു നിന്ന സമസ്തയും ലീഗുമൊക്കെ മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി തന്നെ പ്രതികരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും രാഷ്ട്രീയപരമായി ഒത്തുചേർന്ന് നിന്നവർ മലപ്പുറത്തെ വിദ്യാഭ്യാസപരമായ പ്രശ്നത്തിൽ വിട്ടുനിൽക്കുന്നു. ലീഗും സമസ്തയും ഒറ്റക്കെട്ടായി മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു.